ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 15 ദിവസത്തെ സംരംഭകത്വ പരിശീലന പരിപാടിയെക്കുറിച്ച്. അത് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യുമെന്നും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണെന്ന് പറയുന്നത് കേട്ടോ. അത് എല്ലാ ജില്ലകളിലുമുണ്ട് ഈ 15 ദിവസത്തെ സംരംഭകത്വ പരിശീലന പരിപാടി. ഞാനാണെങ്കിൽ കോട്ടയം ജില്ലയിലായിരുന്നു ഇത് പൂർത്തിയാക്കിയത്. കാര്യം, നമ്മളൊരു സംരംഭകരാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ചൊക്കെയായിരുന്നു ക്ലാസ്. എന്തൊക്കെ ലൈസൻസ് വേണം, അതിന് വേണ്ട അനുമതികൾ, പിന്നെ സംരംഭം വിജയിച്ചവരുടെ അനുഭവങ്ങൾ ഒക്കെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തന്നത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസിലെ അസിസ്റ്റൻ്റായ ലോറൻസ് മാത്യു സാറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു 11 മണിയാകുമ്പം സ്നാക്സൊക്കെ തരും, പിന്നെ ഉച്ചയ്ക്ക് ഊണ് തരും, വൈകിട്ടും അതേപോലെ തരും. പിന്നെ നല്ല മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. എന്തൊക്കെ ലൈസൻസുകളാണ് വേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറായിരുന്നു ക്ലാസ് എടുത്തത്. ഇനിയിപ്പം നമ്മളിലൊക്കെ ഓരോ സംരംഭകർ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ ഉണർത്തിയെടുക്കാം എന്നതായിരുന്നു ആദ്യത്തെ ക്ലാസ്. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എന്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം നമുക്ക് ക്ലാസ് എടുത്തത് ഈ ഞാൻ പറഞ്ഞ ലോറൻസ് മാത്യു സാറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു അശ്വതി ടി എന്നൊരു മാഡം ഉണ്ടായിരുന്നു. അത് വ്യവസായ ഓഫീസിലെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. മാഡം ഞങ്ങൾക്ക് സംരംഭകർക്കായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡികൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നിവ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി എല്ലാം വിശദീകരിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞു മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചീഫ് എഞ്ചിനീയർ സാറും സജീവ് സാറും നമുക്ക് എല്ലാ കാര്യവും വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ നാലാമത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് സുധീന്ദ്രൻ സാറായിരുന്നു ക്ലാസ് എടുത്തത്. നിയമപരമായ പരിജ്ഞാനം, തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെ അറിയേണ്ടുന്ന നിയമങ്ങളെപ്പറ്റി എല്ലാം സാറ് നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തന്നു. പിന്നെ അടുത്ത ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാം. അപ്പം നമ്മൾ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്തായാലും തയ്യാറാക്കണം ബാങ്കിൽ കൊടുക്കാനായിട്ട്. അപ്പം ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാം, അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം എന്നൊക്കെയുള്ളതായിരുന്നു വിശദീകരിച്ചു തന്നത്. പിന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരു ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടർ ശ്രീ ജിജു പി സാറ് ഒരു ക്ലാസ് എടുത്ത് തന്നിരുന്നു. പിന്നെ നമ്മുടെ സംരംഭത്തിന് ആവശ്യമായ വൈദ്യുതി ആവശ്യമാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ KSEBയിലെ ഒരു സാറ് ക്ലാസ് എടുത്ത് തന്നു. പിന്നെ ലീഗൽ മെട്രോളജി വകുപ്പിലെ സദാനന്ദൻ സാറ് അളവുകളും തൂക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നീട് നമുക്ക് അവിടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് 82 ഉൽപ്പന്നങ്ങൾ ആമസോണിൽ ഇപ്പോൾ വിൽക്കുന്ന ശ്രീമതി ശ്രുതി കെ പ്രിൻസ്, ആ മാഡം സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചു. ബിസിനസ്സൊക്കെ നടത്തി ഒരുപാട് പരാജയപ്പെട്ടു. അതിന് ശേഷമായിരുന്നു മാഡം പിന്നെ ഇങ്ങനെ ആമസോണിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തുടങ്ങിയത്. അതൊക്കെ നല്ല അനുഭവങ്ങളായിരുന്നു. പിന്നെ ക്ലാസ് എടുത്ത് തന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് അതിലെ ഹൈഡ്രോ ജിയോളജിസ്റ്റായ ശ്രീ മനോജ് സാറായിരുന്നു ക്ലാസ്സുകൾ എടുത്ത് തന്നത്. പിന്നെ നമ്മൾ സംരംഭം തുടങ്ങുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ചും ക്ലാസ് എടുത്ത് തന്നിരുന്നു. അത് ഫുഡ് സേഫ്റ്റി ഓഫീസറായ തെരസിലിൻ ലൂയിസ് മാഡം ആയിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് തന്നത്. എല്ലാവരും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നു.
പിന്നീട് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ് എടുത്ത് തന്നത് ഒരു ഉൽപ്പന്നത്തെ നമ്മൾ എങ്ങനെ ബ്രാൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ സംരംഭം തുടങ്ങുമ്പം നമുക്ക് എന്തായാലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ. ആ പ്രോഡക്റ്റിനെ എങ്ങനെ ബ്രാൻഡ് ചെയ്യാം എന്ന് വെച്ചാൽ അതിനൊരു ലോഗോ വേണം, പിന്നെ അതിനൊരു പേര് വേണം. അപ്പം അതിനെക്കുറിച്ചൊക്കെയായിരുന്നു പറഞ്ഞു തന്നത്. നമുക്കതിനെക്കുറിച്ച് ക്ലാസ് എടുത്തത് കോട്ടയം CMS കോളേജിലെ കോർപ്പറേഷൻസ് വിഭാഗം മേധാവിയായ ശ്രീ സുദീപ് സാറായിരുന്നു. പിന്നെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഒരു സംരംഭകൻ നല്ലൊരു ഫിനാൻസ് മാനേജർ കൂടി ആവേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്തത് വ്യവസായ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ N മണിലാൽ സാറാണ്. പിന്നെ അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തു. അത് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ ശ്രീ അർജുൻ കെ ദാസ് സാറായിരുന്നു. പിന്നെ പിറ്റേ ദിവസം, അതായത് 10ാമത്തെ ദിവസം, ഇനി നമുക്കൊരു ഉൽപ്പന്നമുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പ്രോഡക്റ്റുകൾ ഒരു സർക്കാർ സ്ഥാപനങ്ങൾക്ക് വിൽക്കുവാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ്, GEM എന്ന് പറയും. ഇതിനെപ്പറ്റി സംസാരിച്ചത് പ്രമുഖ GEM ഫെസിലിറ്റേറ്റർ ശ്രീ മനേഷ് മോഹൻ സാറായിരുന്നു. സാറ് നന്നായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ പറ്റി ക്ലാസ് എടുത്തത് ടാക്സ് ലോയർ അഡ്വക്കേറ്റ് ജോസാറായിരുന്നു. അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് നന്നായിട്ടായിരുന്നു നമുക്ക് ക്ലാസ് എടുത്ത് തന്നത്, സിമ്പിളായിട്ട്. ശരിക്കും ഈ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എന്താ പറയുന്നത്, നമുക്കും നല്ലൊരു ബിസിനസ് ചെയ്യണമെന്നുള്ളൊരു മോട്ടിവേഷനായിരുന്നു. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം ഇങ്ങനെ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഈ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി തോന്നിയത്. പിന്നീട് 11ാമത്തെ ദിവസം നമുക്ക് യദു എന്ന് പറയുന്നൊരു സാറായിരുന്നു ക്ലാസ് എടുത്തത്. സാറ് ക്ലാസ് എടുത്തത് ഏറ്റവും വേസ്റ്റേജ് കുറച്ച് എങ്ങനെ നമുക്കൊരു പ്രോഡക്റ്റ് നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഒരു അലക്സ് മാത്യു സാറിൻ്റെ ക്ലാസ്സായിരുന്നു. അതായത് നമ്മുടെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞു തന്നത്. അതായത് ഇപ്പം നമുക്ക് എന്താ പറയുക, അബ്രോഡിലൊക്കെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്, ലൈസൻസുകളാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞു തന്നിരുന്നത്. പിന്നീട് നമുക്ക് PMEGP ലോണിനെ കുറിച്ച് ഒരു സ്റ്റാലിൻ സാർ ക്ലാസ് എടുത്തു തന്നു. നമ്മൾക്ക് PMEGP ലോണ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്നും എത്ര സബ്സിഡി കിട്ടുമെന്നും എത്ര വർഷത്തേക്കാണിത് എന്നുള്ളതും അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സ്റ്റാലിൻ സാർ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ്. അതായത് കോസ്മെറ്റിക്സ് പ്രോഡക്റ്റാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യമായും നമുക്ക് വേണ്ടത് ഒരു ഡ്രഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ MSME ഒക്കെ ചെയ്തിട്ടുണ്ടാവും എങ്കിലും നമുക്കൊരു ഷോപ്പിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡ്രഗ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതിനെക്കുറിച്ചായിരുന്നു പിന്നെ ഒരു അജു ജോസഫ് സാറ് ക്ലാസ് എടുത്തത്. പിന്നെ ഒരു വന്ദന മാഡം, ഇവരെല്ലാവരും അതിനെക്കുറിച്ചായിരുന്നു. പിന്നെ നമ്മളൊരു ഷോപ്പ് എടുക്കുവാണെങ്കിൽ അതിന് എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ വേണമെന്നും, പിന്നെ ഓരോ പ്രോഡക്റ്റ് നമ്മൾക്ക് ടെസ്റ്റിന് അയക്കണമെങ്കിൽ ലാബ് പ്രവർത്തിക്കുന്നത് എവിടെയാണെന്നൊക്കെ ഉള്ളതും അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഓരോ പ്രോഡക്റ്റിനും എത്ര രൂപയാണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നതിന് ചിലവാകുന്നത് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. 13ാമത്തെ ദിവസം നമുക്ക് ഫാക്ടറി സന്ദർശനമായിരുന്നു. മേളം കറി പൗഡറിൻ്റെ ഫാക്ടറീസിൽ കൊണ്ടുപോയിരുന്നു. അവിടെ കൊണ്ടുപോയി ഫാക്ടറിയുടെ ആ പ്രവർത്തനവും എങ്ങനെയാണ് അച്ചാർ ചെയ്യുന്നതെന്നും എല്ലാം കാണിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് അതിനെക്കുറിച്ചായിരുന്നു നമുക്ക് ക്ലാസ് എടുത്തു തന്നത്. ഒരു കസ്റ്റമറിനോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം ഇടപെടേണ്ടത്, നമ്മുടെ പ്രോഡക്റ്റിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതിന് ചില ടിപ്സുകളുണ്ട്, അതൊക്കെ പറഞ്ഞു തന്നു. അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഡോക്ടർ ബ്രിജേഷ് ജോൺ സാറായിരുന്നു. സാറൊരു യൂട്യൂബറാണ്, ടീച്ചർ, ട്രെയിനർ എല്ലാമായിരുന്നു. നല്ലൊരു ക്ലാസ്സായിരുന്നു സാറിൻ്റെ ഉണ്ടായിരുന്നത്.
ഏത് ജോലി ചെയ്താലും, ഏത് ജോലി എന്ന് വെച്ചാൽ ഏത് ബിസിനസ് ചെയ്താലും അതിനെ ഒരു പ്രൊഫഷണലിസത്തോടു കൂടി വേണം ചെയ്യേണ്ടത്. പിന്നെ എന്താ പറയുന്നത്, കസ്റ്റമറിനെ ഒരു കിങ്ങിനെ പോലെ ആയിരിക്കണം കാണേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സായിരുന്നു സാർ എടുത്തു തന്നത് കേട്ടോ. പിന്നെ 15-ാമത്തെ ദിവസം മാർട്ടിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു സാറ് വന്നിരുന്നു. സാറ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടായിരുന്നു വന്നിരുന്നത്. സാറും സംരംഭമൊക്കെ തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഒന്ന് നേരെയായിട്ട് വന്നത്. ആ എക്സ്പീരിയൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്തു തന്നു. അങ്ങനെ നമ്മുടെ 15 ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞു. അതായത് 15-ാമത്തെ ദിവസമായപ്പോഴായിരുന്നു നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നു. 15 ദിവസത്തെ ക്ലാസ്സിന് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് PMEGP വഴി ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡിയൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ബാങ്കിൽ നിന്ന് കുറച്ച് പേര് വന്ന് ക്ലാസ് എടുത്തിരുന്നു. സബ്സിഡിയെക്കുറിച്ചും എങ്ങനെയൊക്കെയാണ് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ബാങ്കിനെ സമീപിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നും ലോണിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ബാങ്കിൽ നിന്ന് വന്ന ആൾക്കാർ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ക്ലാസ്സായിരുന്നു 15 ദിവസം. അതായത് ഈ ഒരു പ്രായത്തിലും നമ്മൾ വീട്ടിലിരിക്കേണ്ട നമ്മളായിരുന്നു എങ്കിൽ പോലും അവിടെ പോയി 15 ദിവസം കഷ്ടപ്പെട്ടാണെങ്കിലും പോയി ക്ലാസ്സിൽ പങ്കെടുത്തു. ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ പുതിയതായിട്ട് വീണ്ടും കിട്ടി. അങ്ങനെയൊക്കെ എന്തുകൊണ്ടും നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ നിങ്ങളുടെ ജില്ലയിൽ ഇതുപോലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും അല്ല, നിങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ള വ്യവസായ പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്നാൽ മതി. ക്ലാസ് ഉണ്ടാകുമ്പോൾ നമ്മളെ അറിയിക്കും. എന്തായാലും പോയി പങ്കെടുക്കണം. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും പോയി പങ്കെടുക്കണം. പിന്നീട് ഈ ക്ലാസ്സൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സംരംഭകനാകാൻ പറ്റും. സംരംഭകയാകാൻ പറ്റും. നന്നായിട്ട് ശ്രമിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.